നമസ്കാരം. എന്താണ് മോദിയുടെ ഈ ഗ്യാരണ്ടി? എല്ലാവരും പലപ്പോഴും ചോദിക്കാറുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. എന്താണ് ഈ മോദിയുടെ ഗ്യാരണ്ടി? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മോദി മുന്നോട്ട് വെക്കുന്ന കപട വാഗ്ദാനമാണോ ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഹിമവൽ രുദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായത്. അതിൽ പറയുന്നത് പോലെ എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ എന്താണ്? മോദിയുടെ ഗ്യാരണ്ടി എന്ന് അയാൾക്ക് പറയാൻ കഴിയുന്നതാണ്. അയാളിലുള്ള ആത്മവിശ്വാസമാണ് അത്. അയാളെ വളർത്തിയ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസമാണ് അത്. ആ പ്രസ്ഥാനത്തെ പാലൂട്ടി വളർത്തിയ സംഘപരിവാരത്തിലുള്ള വിശ്വാസമാണ് അത്. അതിന് ജീവനെറ്റിച്ചു കൊടുത്ത് സ്വയം സേവകരോടുള്ള ഒരു വലിയ വിശ്വാസമാണ്. അതിന് ഓരം പറ്റി നിന്നവരിലുള്ള വിശ്വാസമാണ്. എതിർത്ത് അവസാനം സ്നേഹിച്ചവരോടുള്ള വിശ്വാസമാണ്. ഇന്നും എതിർത്തുകൊണ്ടിരിക്കുന്നവർക്ക് മേലുള്ള വലിയ വിശ്വാസമാണ്. ഇനിയും ബാക്കിയുണ്ട് ഇതിഹാസം എന്ന് പറയപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ മണ്ണിനോടുള്ള വിശ്വാസമാണ്. നമ്മൾ എന്തിനേറെ പറയുന്നു, അയാളെ ചലിപ്പിക്കുന്ന വിശ്വാസങ്ങളോടുള്ള ഒരു വിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. സർവോപരി പല ഭാഷയിൽ, പല വിശ്വാസങ്ങളിൽ, പല സംസ്കൃതിയിൽ, പല വൈഭവങ്ങളിൽ, പല ചിന്തകളിൽ, പല ഭൂപ്രകൃതികളിൽ ജീവിച്ചിട്ടും ഭാരതം എന്ന വികാരത്തെ നെഞ്ചിലൊളിപ്പിച്ചു നടക്കുന്ന ഒരു ബൃഹത് ജനതയുടെ മേലുള്ള വലിയ വിശ്വാസമാണത്. ഇനിയും ഈ കുരുക്ഷേത്രത്തിൽ തൻ്റെ മക്കൾ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഗാന്ധാരിയുടെ മുഖത്ത് നോക്കി ആരുമില്ലെന്ന് പറയാതെ ഞാനിവിടെയുള്ളപ്പോൾ എന്തിന് പരിവേദനമെന്ന് പറയപ്പെടുന്ന ശ്രീകൃഷ്ണൻ്റെ ആത്മസംയമനം നിറഞ്ഞ വിജയാഹ്ലാദമാണ് അയാൾക്ക്. പണിയെടുത്ത് നെല്ല് വിളയിച്ച പാടത്തെ നോക്കി ആത്മഹർഷത്തോടെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർഷകൻ്റെ ആത്മവിശ്വാസമാണത്. ഏത് പ്രതിസന്ധികളിലും മഹാമാരികളിലും വ്രതം നോറ്റ് രാജ്യത്തിന് കാവലിരുന്ന സൈനികൻ്റെ ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണത്. തൊട്ടാൽ പൊള്ളുമെന്ന് പറഞ്ഞു പറ്റിച്ചതിനെയൊക്കെ പുഷ്പം പോലെ ഇറുത്ത് തലയിൽ ചൂടിയവൻ്റെ ആത്മവിശ്വാസമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ചാണ്. അടിച്ചാൽ വീട്ടിൽ കയറി തല്ലുമെന്ന് തെളിയിച്ച ഫ്യൂഡൽ മാടമ്പിയുടെ ആത്മവിശ്വാസമാണത്. ഇങ്ങനെ വിശ്വാസങ്ങൾ അതാണിത്. നിരക്ഷരകുക്ഷിയായ കപ്പലണ്ടി കച്ചവടക്കാരനെ വരെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പഠിപ്പിച്ച അധ്യാപകൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണത്. എൻ്റെ മണ്ണിൽ ലാഭം കൊയ്യണമെങ്കിൽ ഇവിടെ വിത്തിറക്കി വിതച്ചാൽ മാത്രം എന്ന് പറഞ്ഞ് മേക്ക് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, ആ മേക്ക് ഇന്ത്യ എന്ന് ആജ്ഞാപിച്ച ഭൂപതിയുടെ ആത്മവിശ്വാസമാണത്. പുറത്തുള്ള ശത്രുക്കളെപ്പോലെ അകത്തുള്ള ശത്രുക്കളെയും പനമ്പായിൽ പൊതിയുമെന്ന് ഉറപ്പിച്ച അസുരൻ്റെ ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. കൂറുകൊണ്ട് കൂട്ടിരിക്കുന്നവൻ്റെ കൂടാരത്തിന് പുറത്ത് കാവലുണ്ടാവുമെന്ന് വാക്കു നൽകുന്ന രാജ്യസ്നേഹിയുടെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. ലോകത്തിന് അറിവും തലച്ചോറും കൊടുത്ത് വിശ്വഗുരുവാവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവൻ അത് സംരക്ഷിക്കണമെങ്കിൽ പടയും ആയുധവും ആകാശവും കൂടെ കരുതണമെന്ന് ഉറച്ച ചാണക്യൻ്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണ് കൈമുതലായുള്ളത്. കൂട്ടത്തിലുള്ളവരെ മെരുക്കാനും കൂട്ടം തെറ്റിയവനെ അകറ്റാനും കൂടെ ചേരാത്തവനെ പിളർക്കാനും കുലം മുടിക്കാൻ ഇറങ്ങിയവന് അരക്കില്ലവും പണിയാൻ അറിയാവുന്ന പെരുന്തച്ഛൻ്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. കയറി ഇറങ്ങിയ രാജ്യങ്ങളോട് പറഞ്ഞുറപ്പിച്ചത് പതിരില്ലാതെ കൊടുക്കാനും വാങ്ങാനും പിന്തുടരാനും അറിയാവുന്ന ഗുജറാത്തിയുടെ ഒരു രക്തത്തിൽ കളർന്ന അലിഞ്ഞു ചേരപ്പെട്ട ബിസിനസ്സുകാരൻ്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണ് ഇത്രയും രാജ്യക്കാർക്ക് നൽകിയത് എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയം കഞ്ഞിക്കലമാക്കിയ താപ്പാനക്കൂട്ടങ്ങൾക്കിടയിൽ
അവസാന പൗരനും കഞ്ഞി കുടിച്ചിട്ടേ ഞാൻ വെള്ളം നാവിൽ തൊടൂ എന്ന് ചിഹ്നം വിളിച്ച ഒറ്റയാൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. ആ ആത്മവിശ്വാസമാണത്. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഇടനാഴികളിൽ കഴുകന്മാരെപ്പോലെ കറങ്ങി നടന്ന ഇടനിലക്കാരുടെയും കുതിരക്കച്ചവടക്കാരുടെയും ഒക്കെ, മാത്രമല്ല മാധ്യമ പിമ്പുകളുടെയും ഒക്കെ അന്തിയുറക്കമുണ്ടല്ലോ, അവനവൻ്റെ സ്വന്തം വീട്ടിലാക്കി കൊടുത്ത ഒരു ചൗക്കീദാറിൻ്റെ ആത്മവിശ്വാസമുണ്ടല്ലോ. ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. പാണന്മാരാൽ വാഴ്ത്തപ്പെട്ട ചരിത്രം വിഴുങ്ങികളെ വഴിയിലിറക്കി വിട്ട് ഒളിപ്പിച്ചും ഒതുക്കിയും വെച്ച ഉഗ്രമൂർത്തികളെ കുടം തുറന്നു വിട്ട് എഴുതപ്പെട്ട ചരിത്രത്തിനോട് നീതിബോധം ചോദിച്ച മന്ത്രവാദിയുടെ ആത്മവിശ്വാസമുണ്ടല്ലോ, ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി. ചവിട്ടി മെതിച്ചു കളഞ്ഞ സംസ്കൃതിയെയും അധിനിവേശത്തെ അഭിമാനമായി കൊണ്ടു നടന്ന് ആഘോഷിച്ചവന്മാരുടെയും ഒക്കെ അവകാശത്തിന് മേൽ പൊളിച്ചു പണിയാനുള്ളതിൽ അതിൽ തന്നെ ഒരു ലിസ്റ്റുണ്ടാക്കി വെല്ലുവിളിച്ച് നടത്തിയെടുത്ത് കാണിച്ചു കൊടുത്ത ഒരു ധൈര്യമുണ്ടല്ലോ, ക്ഷത്രിയ വംശാധിപൻ്റേതായിട്ടുള്ള ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സെക്യുലറിസത്തിൻ്റെ പേരിൽ സ്വധർമ്മം മറന്ന് നിന്നവന്മാരുടെ മുന്നിൽ തൻ്റെ വിശ്വാസവും ധർമ്മവും ഈ മണ്ണിൻ്റെ ഗർഭത്തിലുണർന്നതാണെന്നും അതിൽ എൻ്റെ പിതൃശുദ്ധിയിൽ സംശയമില്ലെന്നും പറഞ്ഞ് കേദാരത്തിൻ്റെ ഗുഹാമുഖത്തേക്ക് നടന്നു കയറിയ ആത്മാഭിമാനിയായ ഹിന്ദുവിൻ്റെ ആത്മവിശ്വാസമുണ്ടല്ലോ, അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. കലയിലും കളിയിലും കളിക്കാരുടെ ഇടയിലും ജയമോ തോൽവിയോ കണക്കിൽപ്പെടാത്തതോ നാളത്തെ ദിവസത്തിനായി നിങ്ങൾ ചിലങ്കയും ബൂട്ടും കെട്ടാൻ വേണ്ടി ഉറങ്ങുന്നതിന് മുൻപേ ആശീർവാദം കൊടുക്കാൻ ചെന്ന് മുട്ടി വിളിക്കുന്ന കാരണവരുടെയായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ആത്മവിശ്വാസമാണ് കലയിൽ വരെ കാട്ടിക്കുട്ടിയത്. താനിവിടെ ഉണ്ടെന്ന് താഴിട്ട് പൂട്ടിയിരുന്നവന്മാരുടെ മനസ്സിലും താഴ്വരകളിലും തുപ്പാക്കിയുമായി നിന്നവരുടെ വീട്ടിലുമൊക്കെ മതം തിന്ന് ജീവിച്ചവന്മാരുടെ പറമ്പിലും ആളെ വിട്ടു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഏകഛത്രാധിപതിയുടെ ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. വർഗീയവാദി എന്ന് വിളിക്കുന്നവൻ്റെ ഇടയിൽ ഒരൊറ്റ രാജ്യം, ഒരൊറ്റ പാർലമെൻറ്റ്, ഒരൊറ്റ നിയമം, ഒരൊറ്റ ജനത എന്ന് പറയുവാനും അതിനെ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാനും നിയമം ഉണ്ടാക്കുവാനും പണിയെടുത്ത ചരിത്രത്തിലെ ഏക ഭാരതീയ ഭരണാധികാരിയുടെ ആത്മവിശ്വാസമുണ്ടല്ലോ, അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത്. ഇനിയും മനസ്സിലായില്ലേ? ആ ഗ്യാരണ്ടിയുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിച്ചു തരാം. ആയുസിൻ്റെ പകുതിയിലധികം എതിർത്തവന്മാരുടെ കള്ളച്ചൂതിലും കടകം മറിയലിലുമൊക്കെ മറവട പോലെ എയ്ത ഒളിയമ്പുകളിലും പകരം പറഞ്ഞും പന്തിപ്പഴുത് കണ്ട് വെട്ടിയും കളം മാറിയതേ ചുവടുപിഴയ്ക്കാതെ നിന്ന് അധികാരത്തിൻ്റേതായിട്ടുള്ള ചെങ്കോലു വിരലിൽ കറക്കി ഭാരതത്തിൻ്റെ ധ്വജത്തിന് മുന്നിൽ സല്യൂട്ടടിച്ച കാലദൈർഘ്യം തപസ്സു ചെയ്ത് നേടിയ വരസിദ്ധിയല്ല. പഴി പറഞ്ഞതൊക്കെ കെട്ടിക്കിടന്നൊരു അന്തരീക്ഷത്തിൽ ആപാലവൃത്തം ജനതയുടെയും കൂടെ നിന്നും നടന്നും വിരലുയർത്തി ചോദിക്കുവാൻ അഴിമതിയുടെ ഒരൊറ്റ അംശവും ബാക്കി വയ്ക്കാതെ സ്വധർമ്മത്തെ പരിപാലിച്ചേണ്ടതാണ് ആ ഗ്യാരണ്ടി. ഒരു മഹാത്മാവും ഇന്ന് വരെ ഒരിക്കലും ഇന്ത്യൻ ജനതയുടെ മുഖത്തു നോക്കി പറയുവാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അത് തുഴയെറിയാൻ അറിയുന്ന അമരക്കാരൻ്റെ കയ്യടി നോക്കാൻ പോലും മിനക്കെടാത്ത ആത്മസമർപ്പണമാണ്. അത് ഒരു ഒന്നൊന്നര ഗ്യാരണ്ടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് ചോദിച്ചു നടക്കുന്നവർക്കുള്ള വളരെ തെളിവാർന്ന ഒരു ഉത്തരമാണിത്. ഈ ഉത്തരം കണ്ട് നിങ്ങൾ മൃതി അടയുക. ഇത് നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനങ്ങളല്ല, പകരം മോദി നേടിയെടുത്ത ചരിത്ര ദൗത്യങ്ങളിലൂടെയുള്ള കടന്നുകയറ്റമാണ്. ആ കടന്നുകയറ്റത്തിലൂടെയാണ് മോദി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. ആ ആത്മവിശ്വാസമാണ് മോദിയുടെ ഗ്യാരണ്ടി. അത് കർഷകനും തൊഴിലാളിക്കും എന്ന് വേണ്ട, ഇന്ത്യയിലെ 140 കോടിയിലധികം വരുന്ന ജനതയുടെ അവരുടെ ആത്മനിർവൃതിക്ക് വേണ്ടിയുള്ള യാത്രയുടെ തുടക്കക്കാരൻ എന്ന നിലയിൽ അതിനെ ഉത്തുംഗങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിന് ആത്മനിർവൃതിയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി യാത്ര നടത്തുന്ന ഒരു സാധ്വിയുടെ, ഒരു സന്യാസിയുടെ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തിത്വത്തിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ, ആത്മനിർവൃതിയുടെ, ആത്മാഭിമാനത്തിൻ്റെ യാത്രയാണ്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. മനസ്സിലാക്കുക, ഇത് വെറും വാക്കുകളിൽ ഒതുങ്ങുന്ന വാഗ്ദാനങ്ങളല്ല, പകരം നിങ്ങൾക്ക് മുൻപിൽ തെളിയിച്ച
ചരിത്ര സത്യങ്ങളാണ്.